സോ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ ലീഡർ നമ്മൾ സ്കിപ്ഫിഷ് ടൂൾ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഡെസ്ക്ടോപ്പ് പോകാം. നേരിട്ട് സ്കിപ്ഫിഷ് ടൈപ്പ് ചെയ്യുക. ഹൈഫനോ നമ്മുടെ അതായത് ഫോൾഡറിന്റെ പേര്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൈറ്റിന്റെ പേര്, സൈറ്റിന്റെ ഡൊമൈൻ ആണ് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കഴിയാവുന്നത് ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള സൈറ്റിലൊന്നും പോയി സ്കാൻ ചെയ്യാതിരിക്കുക. അത് അവരുടെ പെർമിഷൻ ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. ഈ wonderweb.com എന്ന് പറഞ്ഞ സൈറ്റിൽ വെച്ച് ഇൻഫർമേഷൻ ഗാലറി തുടങ്ങിയ സാധനം നമുക്ക് പഠിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സൈറ്റ് ആയതുകൊണ്ട് സ്കാൻ ചെയ്ത് വെച്ച് കുഴപ്പമൊന്നും വരത്തില്ല. അവിടെ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യാൻ പറയുന്നുണ്ട്. നോക്കി കാണാം, സ്കാനിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, വെബ്സൈറ്റ് ടെസ്റ്റ് റിസൾട്ടിൽ index.html സേവ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, സ്റ്റെപ്പ് നോക്കാം. എന്താണ് index.html. ഓക്കെ, എന്നിട്ട് നോക്കി കാണാം, ഇൻകറക്റ്റ് ഓർ മിസ്സിംഗ് ചാർജ് ലോ റിസ്ക്, ന്യൂ 4.4 സിഗ്നേച്ചർ സീന്, ന്യൂ സെർവർ ഹെഡർ വാല്യൂ സീന്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഒരു വെബ്സൈറ്റിന്റെ എറർ നമ്മൾ സ്കിപ്ഫിഷ് ടൂൾ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്.